ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പോയിന്റാണ് ലൈവ് വീഡിയോസ്. അതെ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ മക്കളോ കുട്ടികളോ എന്തെങ്കിലും ഒരു ആവശ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കയറുമ്പോൾ കാണുന്നതെല്ലാം ലൈവാണ്. ഈ ലൈവിനകത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകളുണ്ട്. അതുപോലെ വളരെ മാന്യമായിട്ടും അന്തസ്സായിട്ടും ലൈവ് വീഡിയോസ് ചെയ്യുന്ന ധാരാളം യൂട്യൂബർമാരുണ്ട്. അവർക്ക് ഒരല്പം റീച്ച് കുറവായിരിക്കും, എന്നാലും സമൂഹത്തിൽ അവർക്ക് അവരുടേതായ നിലവിട്ട് പെരുമാറാൻ അവർ മാന്യമായിട്ട് മാത്രമേ പെരുമാറുള്ളൂ. ഇപ്പം ഞാനും ലൈവിൽ വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, അവർക്ക് റീച്ച് കൂടുതൽ വേണം, എന്നാൽ പക്ക അറവാണിത്തരം മാത്രമാണ് ആ ലൈവിലൂടെ പറയുന്നത്. സാധാരണ പുരുഷന്മാരെയാണ് വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാറുള്ളത്, സാധാരണ ചിത്രീകരിച്ച് കാണുന്നത് ഇവിടെ നോക്കിയാലും. എന്നാൽ ഇതുപോലെയുള്ള വാ തുറന്ന പച്ച അറവാണിത്തരം മാത്രം പറയുന്ന കുറെ കൂത്തിച്ചി മക്കളുണ്ട്. കൂത്തിച്ചി മക്കൾ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെയുള്ള അലവലാദികളെ നമ്മൾ അങ്ങനെ തന്നെ പറയണം. പുരുഷന്മാരൊന്നുമല്ല, ഇതുപോലെയുള്ള കുറെ വിഷവിത്തുകളുണ്ട്. നമുക്ക് അതിൽ ഒരുത്തിയെ കാണാം. ഒന്ന് കുളിച്ചിട്ടില്ല കേട്ടാ, കുളിപ്പിക്കാൻ ഒരുപാട് പേര് ലൈവില് വരും. അത് കാരണം ഞാനൊന്നും കുളിച്ചിട്ടില്ല. ചേച്ചി കുളിച്ചിട്ടില്ല? കുളിപ്പിക്കാൻ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ക്യൂ ആയിട്ട് ഇങ്ങനെ വരും. മനസ്സിലായോ മാഡത്തെ, മനസ്സിലായോ? അതായത് ചേച്ചിയെ കുളിപ്പിക്കാനും ഷഡ്ഡിയിട്ട് കൊടുക്കാനും വരെ നമ്മുടെ ഈ പാവാട വള്ളി തൂങ്ങുന്ന കുറെ ഐറ്റങ്ങളുണ്ട്. ഇപ്പൊ വരും കേട്ടോ, നമുക്ക് കാണാം. അവര് കുളിപ്പിച്ചിട്ട് പോന്നെങ്കിൽ ഒന്ന് കുളിപ്പിച്ചിട്ട് പോട്ടെന്ന് ഓർത്ത്. അവർക്ക് കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിച്ചിട്ട് പോട്ടെ. ഹായ് രേഖ, ഹായ്. ഒരുപാട് പേര് ലൈവിനകത്ത് കുളിപ്പിക്കാൻ വരും. അപ്പൊ ചേച്ചിയുടെ ഒരു ഭാഗ്യമേ, എന്താ കഥ. ചേച്ചിയെ കണ്ട ആർക്കും ഒന്ന് കുളിപ്പിക്കണമെന്ന് തോന്നും. അതല്ലേ മുതല്. എന്താ ആ ചേച്ചി അങ്ങോട്ട് തേച്ചുടച്ച് കുളിപ്പിക്കുന്ന ഒരു സുഖം. ഈ പാവാട വള്ളി താങ്ങുന്ന കുറേ ഐറ്റങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഓരോരുത്തരായിട്ട് ഇപ്പൊ വരും. അല്ലേ? ചേച്ചി ആസ്വദിച്ച കുളിക്കണം കേട്ടോ. പല പല വിശേഷങ്ങൾ ചോദിക്കാൻ വരും. അപ്പൊ അത് കാരണം അങ്ങനെ ചോദിച്ചു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല. അപ്പോ അതാണ് വിശേഷം അല്ലേ? എടി കൊച്ചേ, നമ്മളൊക്കെ ലൈവിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചു വരും, ഇല്ലേ? പിന്നെ നിന്നെപ്പോലെയുള്ള ഇതുപോലെയുള്ള സാമാനങ്ങൾ എടുത്ത് ചിലപ്പോൾ ഇച്ചിരി ഞരമ്പുരോഗമായിട്ടും വരും, അല്ലേ? അപ്പൊ നീ കുളിച്ചില്ല എന്ന് പറയുന്നത്, നിന്നെ കുളിപ്പിക്കാൻ എത്ര പേരായിരിക്കും ക്യൂ ആയിട്ട് വരുന്നത്? പിന്നെ ഓരോരോ വിശേഷങ്ങളും ചോദിച്ചു വരുമ്പോൾ അത് നിനക്ക് വിഷമമാണെങ്കിൽ നീ എന്തോ ഊമ്പാനാണ് ഈ ലൈവ് ഉണ്ടാക്കാൻ വരുന്നത്. നീ ഇതിനകത്ത് പച്ച അറവാണിത്തരങ്ങൾ നിന്റെ ഓരോ ലൈവിനകത്ത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഭാഷ പറഞ്ഞതിൽ അതൊരു വലിയ കടുപ്പമല്ല. നീ ഓരോരുത്തരുടെ അമ്മയ്ക്കും അച്ഛനും മറ്റേ മക്കളെ ഉണ്ടാക്കുന്ന കാര്യം വരെ നീ അറവാണിത്തരം പറയുന്നുണ്ട്. കുറച്ച് സമയം ഒരു ലൈവ്, നമുക്ക് കുറച്ച് സമയം നമുക്കൊരു ലൈവ്. ഓടി ഒരു ചടി ഒരു കിടന്നു വരും. സ്ക്രീനിലൊക്കെ ഡബിൾ ടാപ്പ് ഒക്കെ അടിച്ച് ഓടി വരാം. അതെ 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 അതെ, കുറച്ച് സമയം ആക്കണ്ട, ഫുള്ളാക്കിക്കോ. കാര്യം 24 മണിക്കൂറും ഇതാണല്ലോ നമ്മുടെ ജോലി, ലൈവ്. പിന്നെ ഡബിൾ ടാപ്പ് അത് മറക്കരുത്. കാരണം നമുക്ക് റീച്ച്, മറ്റേ എന്താ പറയുന്നത്, ലൈക്ക് വേണം. ലൈക്ക് 1 ലൈക്ക് 2 ലൈക്ക് 3 ലൈക്ക് 10 100 അടിച്ചു വാ. ഡബിൾ ടാപ്പ് അടിച്ച് ഇവളെ കോണകത്തിനകത്തോട്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി കൊടുക്ക്. കാരണം ഇവക്ക് എന്തൊക്കെ വേണം? ലൈക്ക് വേണം, എല്ലാം വേണം. പിന്നെ അറവാണിത്തരം കേൾക്കുകയും വേണം. അത് വേണ്ടായോ? അതും വേണം. പറയൂ സഖാവേ, പറയൂ സഖാവ്, പറയൂ വിശേഷം എന്താണ്? സഖാവിന്റെ വിശേഷം പറഞ്ഞാലും ചോറു കഴിച്ചോ സഖാവ് കഴിച്ചെന്നോ? ചോറ് സഖാവ് കഴിച്ചെന്നോ? സഖാവ് പറയൂ സഖാവിന്റെ വിശേഷം എന്താണ്? സഖാവ് ഫുഡ് കഴിച്ചോ സഖാവേ പറയൂ
പിന്നെ നമ്മുടെ ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞ പാരഡി ഉണ്ടാക്കാൻ നിസാര സമയം മതി. അതായത് നിമിഷ കവിയാണ്. സഹാബിനെ മാത്രമല്ല, ആരെ വേണമെങ്കിലും ഒരു വാക്കുകൊണ്ട് ചേച്ചി അങ്ങോട്ട് പാരഡി ഉണ്ടാക്കും കേട്ടോ. അവരെ കഴിവാണ് കേട്ടോ. അവരെ കഴിവ് തന്നെയാണ്, ഒരു സംശയം ഇല്ല. നിന്നെ തള്ള പട്ടി തെണ്ടി നാറി ചെറ്റേ മറ്റേ മോനെ മറിച്ചേ മോനെ നിന്നെ തള്ളയുടെ പട്ടി തോന്നിയ ദിവസം പറഞ്ഞു വരുന്നല്ലേ ഇതിനകത്ത് പുന്നാരം മോനെ അടിച്ചിട്ട് മേയും ഞാൻ പട്ടി. ഞാൻ വരടാ കൊണ അടിക്കാനായിട്ട്. ഹായ് യദൂസേ. അപ്പൊ ചേച്ചിയുടെ സ്വഭാവം മാറി, പെട്ടെന്നാണ് സ്വഭാവം മാറിയതുണ്ടാ. മനസ്സിലായോ? അതായത് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അതായത് ഇന്നൊരു പുരുഷൻ പോലും പറയാൻ അടയ്ക്കുകയും അടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും പുരുഷന്മാർ ഇതുപോലെ വന്നിരുന്ന് ലൈവിൽ വന്നിരുന്ന് ചീത്ത വിളിക്കുന്നത് ആരെങ്കിലും കാണാറുണ്ടോ? എന്നാൽ ഇതുപോലെയുള്ള കൂത്തിച്ചുകളായ കുറെ വർഗങ്ങൾക്ക് ഡബിൾ ടാപ്പ് അടിക്കണം. ഡബിൾ ടാപ്പ് അടിച്ച് അവർക്ക് അങ്ങോട്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. വന്നിരുന്ന അറവാണിത്തരം പറയുകയും വേണം. കഴിവറുടെ മക്കൾ. അതല്ല എന്നുണ്ടെങ്കിൽ ബാഡ് കമന്റ് വരുമ്പോൾ അത് വായിക്കരുത്. ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്ത് കളയുക. ആ ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നീ ആരെ കാണിക്കാനാണ് പബ്ലിക്കായിട്ട് വന്നിരുന്ന് ചീത്ത വിളിക്കുന്നത്? ഈ യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ ഇത് പബ്ലിക് ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് നിനക്കറിയാമല്ലോ. ആണോ അല്ലയോ? കുറവ് ആളുകൾ വരും, അധികം പറഞ്ഞിട്ട് വരരുത് കേട്ടോ. പുന്നാരം മോനെ അടിച്ചു ചെപ്പക്കുരിയേണ്ടവർക്കും പന്നി പട്ടിയുടെ മോനെ തോന്നിയ സമയമുണ്ടല്ലേ ഇതിനകത്ത് പുന്നാര മോനെ. വീണ്ടും ചീത്ത വിളി. ചേച്ചി ഇന്നത്തെ ദിവസം ആകെ കലിപ്പിലാണ്. പിന്നെ വരുന്നവരൊക്കെ അങ്ങോട്ട് ഡബിൾ ടാപ്പ് അടിച്ച് അങ്ങോട്ട് കയറ്റി കൊടുക്ക്. ഡബിൾ ടാപ്പ് അടിച്ച് കയറ്റി കൊടുക്ക്. സത്യം പറയാൻ സുഹൃത്തുക്കളെ, ഈ പൊലയാടി മോളുടെ മറ്റുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി കൂടുതൽ കേൾപ്പിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അത് നമ്മളീ പുരുഷന്മാരൊന്നും ഒന്നുമല്ല. അവര് ചിലപ്പോ ആൾക്കാരുടെ എന്തെങ്കിലും മാന്യമായിട്ടൊക്കെ ഈ ഏതെങ്കിലും ഒരു പുരുഷന്മാരില്ല ഇവിടെ വന്നൊരു ഇതുപോലെ പച്ച അറുവാണിത്തരം ചീത്ത വിളിക്കുന്ന കേൾക്കാറുണ്ടോ? കാരണം ഒരു ലൈവിനകത്ത് ആരാണ് മെസ്സേജ് ഇടുന്നതെന്ന് നമ്മൾ ആരും കാണുന്നില്ല. ഇവള് വിളിക്കുന്ന പച്ച തെറികൾ മാത്രമാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ കാണുന്നതും കേൾക്കുന്നത്. പിന്നെ ഇതുപോലെ അവർക്ക് കാശുണ്ടോ? ഒരു ദിവസം 24 മണിക്കൂർ ലൈവിൽ ഇങ്ങനെ വന്നിരുന്ന് ഈ ചീത്ത വിളിക്കുകയാണ് ഇവളുടെയൊക്കെ ജോലി. ഈ പണത്തിനോടുള്ള ആർത്തി മൂക്കുമ്പോ വേറെ സകല ജോലികളും മാറ്റി വെച്ചിട്ട് കിട്ടുന്ന സമയം എല്ലാം ലൈവിനകത്ത് വരിക. ഒരു സ്ത്രീ സാധാരണ ഒരു ലൈവിൽ വരുമ്പോൾ ആൾക്കാർ പല സ്വഭാവക്കാരാണ്. ചിലപ്പോ വന്നിരുന്ന് ബാഡ് കമന്റുകളൊക്കെ ഇടും. അത് അവരെ ബ്ലോക്ക് ചെയ്ത് വിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ കമന്റ് റിപ്ലൈ കൊടുക്കാതിരുന്നാൽ മതി. ഇതുപോലെ വന്നിരുന്ന ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? ഈ ആരാണ് നിനക്ക് മെസ്സേജ് ഇട്ടതെന്ന് നമ്മൾ ആരും കാണുന്നില്ല കേട്ടോ. ചേച്ചി ഇടിച്ച് നേരമണ ഇട്. നമ്മുടെ ബമ്പറൊക്കെ കുറച്ചുകൂടെ ഒന്ന് തെളിഞ്ഞു കാണണം. എങ്കിൽ മാത്രമേ ഈ പുരുഷന്മാരെ അങ്ങോട്ട് ആകർഷിച്ചു വരൂ. എന്നാൽ മാത്രമേ നമുക്ക് ചീത്ത വിളിക്കാനും പറ്റൂ, അല്ലേ? എല്ലാം തെളിഞ്ഞൊക്കെ ഒന്ന് കാണണം. ഒന്ന് ബോഡി ഷേപ്പ് ഒക്കെ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ. എല്ലാടൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ നിന്നെ പോലെയുള്ള കുറെ ആറവാണിയൊക്കെ ഒരു ഇതുണ്ട്. എന്റെ വസ്ത്രം, എന്റെ സ്വാതന്ത്ര്യം, തുണിയില്ലാതെ നടക്കാനും നിനക്കൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നടക്കട്ടെ. പിന്നെ ഒരല്പം ചീത്തവിളി കുറച്ചാൽ നന്നായിരിക്കും. പിന്നെ അതല്ല സുഹൃത്തുക്കളെ, ഭയങ്കര വേറൊരു രസകരമായ സംഭവമുണ്ട്. ഇവളെ പോലെയുള്ള മറ്റേ വർഗത്തിൽപ്പെട്ടവർക്ക് കുറെ വാലാട്ടി പട്ടികളുണ്ട്. ഇവര് അവളെടുത്താൻ കളടാ, അവൻ നേരത്തെ ചീത്ത വിളിക്കും, അവനെടുത്താൻ കളടാ. കാര്യം ഇവളൊക്കെ ശിപ്പന്തിയായിട്ടിരിക്കുന്ന കുറെ വർഗങ്ങളുണ്ട്. കാര്യം ഇതൊക്കെ ഒന്ന് കാണിച്ച് പിരിപ്പിച്ചൊക്കെ ഇരിക്കുന്നത്. ഇരിക്കുമ്പോ ആകർഷിച്ച് ഈ എന്താ പറയുന്നേ ഇങ്ങോട്ട് വരും. ചേച്ചി ചേച്ചി അതാണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നവരെ കുറച്ച് എണ്ണത്തിനെ ഇവരെ സിപ്പന്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ പോയിട്ട് ചാനലിൽ ചെന്നിട്ട് പണി കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെ കുറെ പേരൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അപാര കഴിവുള്ള ഒരു ഐറ്റമാണിത് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ഇതേ പുന്നാര മക്കളെ, നീയൊക്കെ കഴിവിന്റെ പരമാവധി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചീത്ത വിളിക്കാതിരിക്കും. അതിന് എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യ്. അല്ലാതെ ഈ എന്താ പറയുന്നത്, ഇന്നിപ്പോ ഒരു വീഡിയോ ഞാൻ കണ്ടു. ചേച്ചിക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ വരാത്തതുകൊണ്ട് അങ്ങ് മൂഡ് ഔട്ട്, ഞാൻ ഇന്ന് വീട്ടിൽ ഇരിക്കുന്നില്ല, ഞാൻ ഇപ്പൊ ഇറങ്ങി പോവും. കാര്യം പിന്നെ
ആയിരക്കണക്കിന് ആൾക്കാർ ലൈവിൽ വരണം, വന്നിരുന്ന് മറ്റിടത്തെ വർത്തമാനങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ നിനക്ക് മൂഡ് കിട്ടൂ. എന്നിട്ട് വന്നിരുന്ന് ചീത്ത വിളി. കുറച്ചൊക്കെ നിർത്ത്. പണം പട്ടിക്കും ഉണ്ടാവും. വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാമാനം നമുക്ക് കുറച്ച് വേണ്ടേ? പണമേ എല്ലാവർക്കും ഉണ്ടാവും. പണം ഇന്ന് വരും, നാളെ പോകും. കുറച്ചൊക്കെ അന്തസ്സും അഭിമാനവും ഉളുപ്പും വേണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.